ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ സിമ്പിളായിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. ഈന്തപ്പഴം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഡേറ്റ്സ് മിൽക്ക് ഷേക്ക്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, ഇതിനെന്തൊക്കെ വേണം നോക്കാം. ഞാൻ ആദ്യം തന്നെ ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ ടൈപ്പ് ഈന്തപ്പഴമാണ്. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് 2-3 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആ വെള്ളത്തോടെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വേറെ പഞ്ചസാരയൊന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തോടെ തന്നെ. പിന്നെ ബദാമുണ്ട്, പിസ്ത ഉണ്ട്. ഈത്തപ്പഴം ഞാൻ 8 എണ്ണമാണ് എടുത്തത്. ബദാമും പിസ്തയും ഒരു 5-6 എണ്ണം എടുക്കുക. ഇതിൽ അണ്ടിപ്പരിപ്പും കൂടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ ബദാമും പിസ്തയും നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ പാൽപ്പൊടി ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിക്ക് പകരം പാല് തന്നെ ആയാൽ അതാണ് ഏറ്റവും ബെറ്റർ. ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. നമുക്കിത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതുപോലെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് ചിലപ്പോൾ കുറച്ച് പിന്നെ ബദാമും പിസ്തയൊക്കെ ഇത്തിരി കടിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതുകൊണ്ടാണ് അരിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള, എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും ഈത്തപ്പഴം ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ ബദാം പിസ്തയൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്